ജനാധിപത്യ പോരാട്ടത്തെ ഇന്ന് രാജ്യവ്യാപകമായി SDPIയുടെ പാർട്ടി ഓഫീസുകളിൽ, സംസ്ഥാന ജില്ലാ ദേശീയ ഓഫീസുകളിൽ EDയുടെ റൈഡും ബന്ധപ്പെട്ട നടപടികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത കള്ളപ്പണവുമായി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസമാണ് അതിന്റെ തുടർ നടപടി എന്നോണം രാജ്യത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ SDPI ഓഫീസുകളിൽ വ്യാപകമായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ടിനുമായിട്ടുള്ള ബന്ധങ്ങളുടെ പേരിൽ SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായിട്ടുള്ള വാർത്തകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ നോട്ടപ്പുള്ളികളായി വച്ചിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും BJPക്കെതിരെ RSSനെതിരെയുള്ള കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ പേരിൽ വളരെയധികം വേട്ടയാടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് SDPIയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത്. എന്താണ് SDPIയെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറെ വർഷത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു ശൈലിയാണ് ഇപ്പോൾ രാജ്യത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റ് സ്വഭാവം എന്നോണം, ഫാസിസ്റ്റ് നടപടി എന്നോണമുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്ന പോലെ, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിൽ എന്ന പോലെ ഇന്ത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം പങ്കാളികളാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസിഡന്റിനെ തന്നെ കള്ളപ്പണ ആരോപണം ഉന്നയിച്ച്, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ബന്ധം തുടങ്ങിയ വിവിധ തലങ്ങളായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ED കേസ് രജിസ്റ്റർ ചെയ്യുകയും PMLA ആക്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നടപടിയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കാനുള്ള ശ്രമങ്ങളുമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SDPI നിരോധനം ഉണ്ടാകുമോ? ഉടൻ തന്നെ നിരോധനം നടക്കുമോ? നിരോധനം ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ ചർച്ചകളാണ് ചാനൽ ചർച്ചകളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രമുഖമായ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച എന്നുള്ളത് SDPI നിരോധനവും അല്ലെങ്കിൽ SDPIയുടെ ഈ ഒരു കള്ളപ്പണ ഇടപാടും ദേശീയ പ്രസിഡന്റിന്റെ അറസ്റ്റും അടക്കമുള്ള കാര്യങ്ങളായി. ഇതിൽ വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. ഒന്ന്, SDPI ഉയർത്തുന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ BJPയും RSSും നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ണില കരടായി ഈ പ്രസ്ഥാനം മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ രാജ്യത്ത്
RSS BJP രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികൾ ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് സർക്കാരും അല്ലെങ്കിൽ ഫാസിസ്റ്റ് നടപടിയും സ്വീകരിക്കുന്ന ഒരു സർക്കാരായി കേന്ദ്രം മാറിയിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ SDPI ഉയർത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതുകൂടാതെ തന്നെ RSS എന്നുള്ള പ്രസ്ഥാനത്തെ വളരെയധികം എതിർപ്പോടുകൂടി പരിമിതികളില്ലാതെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് SDPI ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തെ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പലപ്പോഴും അവരുടേതായ രീതിയിൽ RSSുമായോ അല്ലെങ്കിൽ BJPയുമായോ ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ തയ്യാറാവുമ്പോൾ ഒരിക്കൽ പോലും SDPI എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം RSSുമായും BJPയുമായും ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടത്താനോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വേദി പങ്കിടൽ നടത്താനോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഏതെങ്കിലും ധാരണകൾ ഉണ്ടാക്കാനോ തയ്യാറായിട്ടില്ല. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഇപ്പോഴ് 2 ടേമും കഴിഞ്ഞ് 3ാമത്തെ ടേമിലേക്ക് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയപ്പോൾ പോലും SDPI അവരുടെ നയനിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. അതായത് 2 ടേം പൂർത്തിയാക്കുന്ന ഒരു ഭരണകൂടമായി RSSും BJPയും അടങ്ങുന്ന ഈ രാജ്യത്തിലെ വലിയ സംഘത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും കൈകളിലുള്ള സംഘത്തെ, കേന്ദ്ര സർക്കാരിനെ അടക്കം നയിച്ചുകൊണ്ടിരിക്കുന്ന സംഘത്തെ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ധാരണകൾക്കോ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്കോ അവരുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങൾക്കോ SDPI തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് SDPIയെ കേന്ദ്ര സർക്കാർ കണ്ണിലെ കരടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. മറ്റു പല കാര്യങ്ങളുണ്ട്. SDPI ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ രാജ്യത്തെ ഒരു മുസ്ലിം പാർട്ടിയായി മാത്രം SDPI വിശേഷിപ്പിക്കാനാണ് BJPയും അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ SDPI മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് ഈ രാജ്യത്തിലെ ഏറ്റവും അധസ്ഥിത വിഭാഗങ്ങൾ, ഈ രാജ്യത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ, ദലിത് OBC അടക്കമുള്ള മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങളെ അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ്. അഥവാ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും ദലിതുകളും ഒന്നിച്ച് സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനാണ് SDPI കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം ഒരു മുസ്ലിം രാഷ്ട്രീയം പറയുന്നതിനപ്പുറം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ രാജ്യമെമ്പാടുമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ SDPIക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് പോലും അവർക്ക് അർഹമായ നീതി ലഭിക്കുക, അവർക്ക് അർഹമായ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കുക, വിവിധ ഉദ്യോഗസ്ഥ തലങ്ങളിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ, ജനാധിപത്യ സംവിധാനങ്ങളിൽ ഈ വിഭാഗങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കണമെന്നാണ് SDPI പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്നുള്ളത്. ഇത് കേന്ദ്രത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. പ്രത്യേകിച്ചും മുസ്ലിം ദലിത് ഐക്യം എന്നുള്ള രീതിയിൽ അംബേദ്കർ വിഭാവനം ചെയ്ത ഒരു രാഷ്ട്രീയ മുന്നേറ്റം SDPIയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴ് ഇത്തരം ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുക, അവർക്കെതിരെയുള്ള വിവിധ ആരോപണങ്ങൾ ഉണ്ടാക്കി കേസുകൾ രജിസ്റ്റർ ചെയ്യുക, ആ കേസുകളിൽ നടപടി എന്നോണമുള്ള അറസ്റ്റുകളും ബന്ധപ്പെട്ട റൈഡുകളും. അതായത് SDPIയുടെ ഓഫീസുകൾ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിൽ മാത്രമാണ്. സ്വന്തമായിട്ട് പാർട്ടി ഓഫീസ് കെട്ടിപ്പൊക്കിയ സാഹചര്യം SDPIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൂടാതെ തന്നെ പാർട്ടിയുടെ
നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തന ഫണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ വിഭാഗം ഞങ്ങൾ കണ്ടെത്തുന്നുള്ളത് അത് സാമൂഹികമായിട്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് കൊണ്ട് തന്നെയാണ്. ജനങ്ങൾക്കിടയിൽ ഫണ്ട് കളക്ഷൻ നടത്തിക്കൊണ്ടും കേഡർമാർക്കിടയിൽ കേഡർ വരിസംഖ്യ വാങ്ങിക്കൊണ്ടുമാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുന്നത് എന്നുള്ള നിലപാടാണ് SDPI സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ED പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. ED പറയുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധമാണ്. പോപ്പുലർ ഫ്രണ്ടാണ് ഇപ്പോഴും SDPI നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് 2022 കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. പക്ഷേ ഇപ്പോഴ് 2025 2.5 വർഷത്തിൽ കൂടുതലായി പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നടത്തിയിട്ട് അതിന്റെ ദേശീയ തലം മുതൽ സംസ്ഥാന തലം മുതലുള്ള 100 കണക്കിന് നേതാക്കളെയാണ് ജയിലിൽ അടച്ചത്. പക്ഷേ ഇപ്പോഴും ED പറയുന്നുള്ളത് SDPIയുടെ നിയന്ത്രണം നടത്തുന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നതാണ്. അതിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ മുഴുവൻ കാര്യങ്ങളിലും SDPIയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയും അവർക്ക് ഫണ്ട് നൽകുകയും ചെയ്യുന്നുള്ളത് പോപ്പുലർ ഫണ്ട് ആണ് എന്നുള്ള ഒരു ആരോപണമാണ്. പോപ്പുലർ ഫണ്ടിന്റെ മുഴുവൻ വരുമാന സ്രോതസ്സുകളും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകളും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളടക്കം കേന്ദ്ര സർക്കാരും EDയും NIAയും ജപ്തി ചെയ്തിരിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും SDPI നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് കേന്ദ്ര സർക്കാരും EDയും മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വേട്ടയാണ് ഇപ്പോൾ SDPIക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SDPIയുമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത്. ഏതായാലും പാർട്ടിയുടെ ഇപ്പോഴും SDPI നേതാക്കൾ വ്യക്തമാക്കുന്നുള്ളത് RSSുമായിട്ടുള്ള BJPയുമായിട്ടുള്ള ഏതെങ്കിലും അനുരഞ്ജനങ്ങൾക്ക് ഞങ്ങൾ തയ്യാറായല്ല എന്നുള്ളതാണ്. അതായത് ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലപാടാണ് ഇപ്പോഴും SDPI സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ യഥാർത്ഥ അവകാശികളായ യഥാർത്ഥ അംഗങ്ങളായ അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായ ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്ര അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത്തരം നടപടികൾ നേരിടേണ്ടി വരുന്നത് എന്നതാണ് SDPI നേതൃത്വം വ്യക്തമാക്കുന്നുള്ള കാര്യം എന്നുള്ളത്. കഴിഞ്ഞ മാസമാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് രാജ്യവ്യാപകമായി വഖഫ് സമ്മേളനം നടത്തിക്കൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ SDPI രംഗത്ത് വന്നത്. രാജ്യത്തെമ്പാടും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സമരങ്ങൾ ഉണ്ടാക്കിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിലവിൽ SDPI എന്നുള്ളത്. അങ്ങനെ രാജ്യത്ത് നിമിഷ നേരം കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് കേഡർ സംവിധാനത്തോടു കൂടി പ്രവർത്തകരെ അണിനിരത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് SDPI മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി ബില്ല് പോലെയുള്ള അല്ലെങ്കിൽ NRC പോലെയുള്ള പൗരത്വ നിയമമടക്കമുള്ള വിഷയങ്ങളിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം SDPI നടത്തുന്നു. കേന്ദ്ര സർക്കാരിനെയും ബന്ധപ്പെട്ട BJP RSSനെയും വിമർശിച്ചുകൊണ്ട് അവരെ എതിർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്നു. അതിന് ജനങ്ങളെ സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ആണ് SDPI ഇപ്പോഴ് ഇത്തരം നടപടികൾ കേന്ദ്ര സർക്കാരിന്റെയും ബന്ധപ്പെട്ട ഏജൻസികളുടെയും ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്നത്. PMLA ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കഴിഞ്ഞ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ നിരവധി ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തകർക്ക് ഈ അടുത്ത കാലത്ത് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഡൽഹി കോടതിയാണ്, പട്യാല കോടതിയാണ് അവർക്കൊക്കെ ജാമ്യം നൽകിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കള്ളപ്പണ കേസിൽ തെളിവുകളില്ല എന്നുള്ളതിന്റെ പേരിലാണ് ആ കേസുകൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതികൾ അവർക്ക് ജാമ്യം നൽകാൻ തയ്യാറായത്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോഴേ SDPIയുടെ നേതാക്കളെയും അതുപോലെ തന്നെ SDPIയുടെ പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്.
കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് RSSഉം അതുപോലെ തന്നെ BJPയുമാണ്. അല്ലെങ്കിൽ RSS ആണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSS മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അപ്പാടെ തന്നെ നടപ്പിലാക്കാൻ RSSൽ കാലങ്ങളായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരണം കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ RSS മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, RSS മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ, RSS മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ അപ്പാടെ തന്നെ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. കൃത്യമായിട്ട് ഇന്ത്യയിൽ ED എന്നുള്ള ഒരു ഏജൻസിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളെയും കേന്ദ്ര സർക്കാരിന്റെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന ഏജൻസികളായി മാറ്റിയിട്ടുണ്ട് എന്നുള്ള വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് പലതവണ ED പ്രവർത്തിച്ചതായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട്. കോൺഗ്രസ്, AAP അതുപോലെ തന്നെ മറ്റുള്ള വിവിധ BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാരെ അടക്കം ജയിലിലടച്ച പാരമ്പര്യവും EDക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി പത്രം കൂടിയാണ് ഇപ്പോൾ SDPIക്ക് നേരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ SDPI ഉയർത്തിവിട്ട രാഷ്ട്രീയ സമവാക്യങ്ങൾ, രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വരും കാലങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. അതുകൂടാതെ തന്നെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയെ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യ ചരിത്രം ഇതുവരെ കാണാത്ത നടപടികളിലേക്ക് കേന്ദ്രം പോകുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴും ഉയരുന്നുള്ളത്. അത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ വരും കാലങ്ങളിൽ ഇതൊരു പുതിയ തുടക്കത്തിന് കാരണമാകും. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, തങ്ങളെ എതിർക്കുന്ന, തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, തങ്ങൾക്കെതിരെയുള്ള ജനാധിപത്യ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തങ്ങൾക്കെതിരാണ് എന്നതിന്റെ പേരിൽ ഒരു സർക്കാരോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളോ നിരോധനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ ഇത് വരും കാലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ബന്ധപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെ വിവിധ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ തന്നെയോ ഭരണമാറ്റമടക്കും അല്ലെങ്കിൽ ഉണ്ടായാൽ, വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ തങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ പ്രവർത്തിക്കാനുള്ള അനുമതി നിഷേധിക്കുകയും അല്ലെങ്കിൽ നിരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇത് ജനാധിപത്യത്തിന് തന്നെ അപകടകരമായേക്കാവുന്ന ഒരു പ്രവണതയായിട്ട് മാറും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസുകളിൽ രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ നടപടിക്രമങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. PMLA ആക്ടിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ നേതാക്കളായ പല ആളുകൾക്കും ഈ അടുത്ത കാലത്ത് ജാമ്യം ലഭിച്ചിരുന്നു. കുറ്റപത്രങ്ങളിൽ അടക്കമുള്ള വീഴ്ചകൾ കാണിച്ചുകൊണ്ട് ഈ കേസുകൾ നിലനിൽക്കില്ല എന്നുള്ള വാദമുയർത്തിക്കൊണ്ട് തന്നെയാണ് കോടതികൾ അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ കണ്ടെത്തുന്ന കേസുകൾ 5% മാത്രമാണ്. അതായത് കൺവീനിയൻസ് റൈറ്റ് എന്നുള്ളത് 5% മാത്രമാണ്. ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം ഇത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴ് SDPIക്കെതിരെ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ കേസുകളുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ഫണ്ട് സമാഹരണം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള രജിസ്റ്റർ പാർട്ടിയെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്ഥാനാർത്ഥികളെ അടക്കം നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ജനാധിപത്യ പ്രക്രിയയിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും പ്രവർത്തിക്കുമ്പോൾ, അതിന്റെ പ്രവർത്തനം നിർത്താനുള്ള സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ പോകുമ്പോൾ, നിരോധനമടക്കമുള്ള ഭീഷണികൾ ഉയർത്തുമ്പോൾ, ഭാവി ജനാധിപത്യ ഇന്ത്യയിൽ തങ്ങൾക്കെതിരായ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും, തങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത്തരം പാർട്ടികളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനോ
സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം രാജ്യത്ത് രൂപപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോഴ് SDPIക്ക് നേരെ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളും ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന കാര്യം എന്നുള്ളത്.